Welcome all to our today's class. Good afternoon all. Welcome to our today's class. How are you? So, in the previous class, we have discussed about the chapter The Indomitable Mary Kom, and we have done the A section and B section of our exercise. So today we are going to do the vocabulary. Okay, vocabulary session. So the question is simple forms of a word. Okay, simple forms of a word. Let's read the question. If you want to look up the word skillfully in a dictionary, you should know the simple form skill. Write the simplest form of the following words. Here, what it is said is that if we want to look for the word skillfully in a dictionary, skillfully എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമുക്ക് നോക്കണമെങ്കിൽ അതിനു മുന്നേ നമുക്ക് എന്തറിയണം? സ്കിൽഫുള്ളിയുടെ സിംപ്ലസ്റ്റ് ഫോം ആയിട്ടുള്ള സ്കിൽ അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറയും. എന്താണ് പറയുക? റൂട്ട് വേർഡ്. ഓക്കെ, റൂട്ട് വേർഡായിട്ടുള്ള സ്കിൽ നമുക്കറിയണം. സോ we are asked to write the simplest form of these words and or the root word. Okay, first നമുക്ക് നോക്കാം എന്താ റൂട്ട് വേർഡ് എന്നുള്ളത് മിസ് പറഞ്ഞു തരാം. ഇപ്പം നോക്കൂ, ഇവിടെ സ്കിൽഫുള്ളി എന്ന് കണ്ടോ, അതിൽ ഈ സ്കിൽ എന്ന് പറഞ്ഞ റൂട്ട് വേർഡിൻ്റെ കൂടെ ഫുള്ളി ആഡ് ചെയ്തതാണ് സ്കിൽഫുള്ളി. അതായത് ഒരു വേർഡിൻ്റെ കൂടെ, വേർഡിൻ്റെ മുൻപിലോ പിൻപിലോ, ഓക്കെ, at the beginning or at the end of a word some words are added. കുറച്ച് വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ വേർഡ്സൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് വേർഡ് കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം. ദി വേർഡ് സിംപ്ലസ്റ്റ്, SIMPLEST, സിംപ്ലസ്റ്റ്. ഓക്കെ, ദി വേർഡ് സിംപ്ലസ്റ്റ് ഓർ വിച്ച് വിൽ ബി ദി റൂട്ട് വേർഡ്? ഇതിൻ്റെ റൂട്ട് വേർഡ് എന്തായിരിക്കും? യെസ്, സിമ്പിൾ എന്നുള്ളതായിരിക്കും അല്ലേ റൂട്ട് വേർഡ്. കാരണം എന്താണ്? സിമ്പിളിൻ്റെ കൂടെ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിൻ്റെ കൂടെ ST ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സിംപ്ലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കിട്ടിയത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി റൂട്ട് വേർഡ് വി ഹാവ് ടു അവോയ്ഡ് ദി സഫിക്സ്. നമ്മളിങ്ങനെ ഒരു വേർഡിന് എൻഡിങ്ങിൽ ആഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ് സഫിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇപ്പം മുൻപിൽ എന്തെങ്കിലും വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിഫിക്സ് എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ബിഗിനിങ്ങിലോ എൻഡിങ്ങിലോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വേർഡ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വേർഡാണ് എന്ത്? റൂട്ട് വേർഡ്. ഓക്കെ, സോ ഹിയർ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി റൂട്ട് വേർഡ് ഓഫ് ദീസ് വേർഡ്സ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് ഈസ് ഡയഗണലി. ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഡയഗണൽ പ്ലസ് ലി, ഡയഗണലി. സോ ദ റൂട്ട് വേർഡ് വിൽ ബി ഡയഗണൽ. ഓക്കെ, ഡയഗണൽ എന്നതാണ് ഇതിൻ്റെ റൂട്ട് വേർഡ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ നാഷണൽ. നാഷണൽ നമുക്ക് പരിചയമുള്ള വേർഡാണല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഏതായിരിക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്? നേഷൻ. ഓക്കെ, NATION, നേഷൻ എന്ന വേർഡിൻ്റെ കൂടെ എൽ ആഡ് ചെയ്തപ്പോഴാണ് നാഷണൽ എന്നുള്ള വേർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ദ റൂട്ട് വേർഡ് ഇസ് നേഷൻ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, കൾട്ടിവേഷൻ. ഓക്കെ, കൾട്ടിവേഷൻ എന്ന വേർഡിനെ ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ഇവിടെ ION ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ E ഉണ്ടായിരുന്നു, അതിനെ മാറ്റിയിട്ട് അവർ ION ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദ റൂട്ട് വേർഡ് ഈസ് കൾട്ടിവേറ്റ്. ഓക്കെ, കൾട്ടിവേറ്റ്. മനസ്സിലായോ? അതായത് ഈ വേർഡ്സൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്കൊരു വേർഡിൻ്റെ റൂട്ട് വേർഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ക്ലൈമാറ്റിക്. ഏതായിരിക്കും റൂട്ട് വേർഡ്? ക്ലൈമാറ്റിക്. അതിലേതാ റൂട്ട് വേർഡ് നമുക്ക് പരിചയമുള്ളത്? ക്ലൈമറ്റ്, CLIMATE. ദെൻ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ്റെ റൂട്ട് വേർഡ് എന്തായിരിക്കും? പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നായിരിക്കും പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡൊക്കെ ഉണ്ടായത്. ഓക്കെ, സോ ദ റൂട്ട് വേർഡ് ഈസ് പ്രൊട്ടക്റ്റ്. നെക്സ്റ്റ് വൺ, ലേയ്ഡ്. ലേയ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് വേർഡ് ഓർമ്മ വരുന്നത്? നിങ്ങൾ പഠിച്ചത് യെസ്, ലേ. അതായത് LAY, ലേ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് ഈ ലെയ്ഡൊക്കെ ഉണ്ടായത്.
ഓക്കെ, മനസ്സിലായോ റൂട്ട് വേർഡ് കണ്ടുപിടിക്കാൻ? അപ്പോൾ ആദ്യം നമ്മൾ ഡയഗണലി എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമുക്ക് റൂട്ട് വേർഡ് കിട്ടിയ എന്താണ്? ഡയഗണൽ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് നാഷണൽ എന്ന് പറഞ്ഞപ്പോൾ നേഷൻ. ദെൻ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ കൾട്ടിവേറ്റ്. ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായിരിക്കുന്നത് ക്ലൈമറ്റിൽ നിന്നാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായിരിക്കുന്നത് പ്രൊട്ടക്റ്റിൽ നിന്നാണ്. ലേഡ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായിരിക്കുന്നത് ലേയിൽ നിന്നാണ്. സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് ഓൾ ദി റൂട്ട് വേർഡ് ഓഫ് ദി ഗിവൺ വേർഡ്സ്. ഓക്കെ, എല്ലാത്തിൻ്റെയും റൂട്ട് വേർഡ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം നമ്മൾ കണ്ടുപിടിച്ചു ഇല്ലേ? മനസ്സിലായോ? ഓക്കെ, so now let's move to the pronunciation section. Now let's move to the pronunciation section. So here, look at the spelling of the word DESCENT. But while pronouncing, we will not pronounce the C. ഇതിൽ C ഉണ്ട്, പക്ഷെ നമ്മൾ C പ്രൊനൗൺസ് ചെയ്യില്ല. So the pronunciation of this word is descend. Please read with me. Descend. Once again, descent. Okay, and the next one is disciple. Disciple. Once again, disciple. Then seen. 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 Muscle. 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 This is scissors. Scissors, you will be familiar with this word, right? Scissors. And the last one is scent. Scent. The peculiarity of all these words are every word has C in that, but we will not pronounce that C. Okay, namala C pronounce cheyyunnilla ille? Okay, so now let's move to the grammar session. Look at the grammar session. Today we are going to learn about the question words. You will be familiar with some question words and we are going to look upon more detail about these question words, okay? The first one, who, where, when, why, what, which, how. Read it once again. Who, where, when, why, what, which, how. These are the question words. General question words. Okay, now let's look in what context these words will use. First one, who. Who is used when we want to know about a person. നമുക്ക് ഏതെങ്കിലും ഒരു പേഴ്സണെ കുറിച്ച് അറിയേണ്ടതായിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൂ ഉപയോഗിക്കുക, ആര് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ in order to know about a person. Next one is where. Where is used when we want to know about a place or location. Place ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതാ സ്ഥലം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് എന്ത്? വേർ. എവിടെ. ഓക്കെ, എവിടെ. ദി നെക്സ്റ്റ് വൺ ഇസ് വെൻ. When is used when we want to find out a time. ടൈമിൻ്റെ കാര്യം പറയുമ്പോഴാണ്, എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വെൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, വെൻ വിൽ യു റീച്ച്, നിങ്ങൾ എപ്പോഴെത്തും. ഓക്കെ, ദെൻ വൈ. Why is used when we want to know about a reason or get an explanation. എന്താണ് കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു, എന്തുകൊണ്ട് എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? വൈ ഉപയോഗിക്കുക. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, വൈ ഡിഡ് യു ഡു ദാറ്റ്, നീ എന്തുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോഴാണ് എന്തുകൊണ്ട്, ഒരു റീസൺ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? വൈ ഉപയോഗിക്കും. ഓക്കെ, ദെൻ what is used. What, next one is what, and what is used when we want to know something specific. എന്താണ് എന്നത് സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വാട്ട് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചോദിക്കില്ലേ വാട്ട് ഈസ് യുവർ നെയിം, നമുക്ക് ആ നെയിം സ്പെസിഫിക് ആയിട്ട് അറിയണം. സോ വി വിൽ യൂസ് വാട്ട് ഇൻ ദാറ്റ്. ആൻഡ് ഹിയർ എക്സാമ്പിൾ ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ്, എന്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വിച്ച്. ഓക്കെ, വിച്ച് ഈസ് യൂസ്ഡ് വെൻ എ ചോയ്സ് നീഡ്സ് ടു ബി മെയ്ഡ്. അതായത് ഇപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻ തരുവാണ്, രണ്ട് ഓപ്ഷൻ നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിച്ച്. ഏത് ചൂസ് ചെയ്യണം. ഓക്കെ, ഏത്, മനസ്സിലായോ?
മലയാളത്തിൽ ഏത്, വിച്ച്. എ ചോയ്സ് നീഡ്സ് ടു ബി മെയ്ഡ്. ഏതെങ്കിലും ഒരു ചോയ്സ് നമ്മൾ എടുക്കണം. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, വിച്ച്. ഫോർ എക്സാമ്പിൾ, വിച്ച് ഡ്രസ് ഷുഡ് ഐ ബൈ, ദി ഗ്രീൻ ഓർ ദി റെഡ് വൺ. വിച്ച് ഡ്രസ് ഷുഡ് ഐ ബൈ, ഞാൻ ഏത് ഡ്രസ്സ് എടുക്കണം, ഗ്രീൻ എടുക്കണോ അതോ റെഡ് എടുക്കണോ? മനസ്സിലായോ? ഇപ്പോൾ വിച്ച് എവിടെ ഉപയോഗിക്കാതെ മനസ്സിലായില്ലേ? ചോയ്സസ് വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, ഹൗ. നെക്സ്റ്റ് വൺ ഈസ് ഹൗ. How is used to describe a manner in which something is done. ഏത് വിധത്തിലാണ് ഒരു സംഭവം നടന്നത് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്, ദിസ് ക്വസ്റ്റ്യൻ വേർഡാണ് എന്ത്, ഹൗ. എങ്ങനെ എന്ന് പറയും അല്ലേ, എങ്ങനെ അത് സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഞാനിത് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹൗ ഷുഡ് ഐ ഓപ്പൺ ദിസ് ബോക്സ്, ഞാൻ എങ്ങനെയാണ് ഈ ബോക്സ് തുറക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി ജനറൽ ക്വസ്റ്റ്യൻ വേർഡ്സ്. ലെറ്റ്സ് റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. ഹൂ, to know about a person. Where, to know about a place or location. When, to know about time. Why, to know about the reason. What, to know about something specific. Which choice we have to made. How, to know about the manner in which something has done. മനസ്സിലായില്ലേ? ഹൂ ഉപയോഗിക്കുക എപ്പോഴാണ്, ആരാണ്, ഏത് പേഴ്സണാണ്, അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂ ഉപയോഗിക്കുക. വേർ ഉപയോഗിക്കുക സ്ഥലം അല്ലെങ്കിൽ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. വെൻ ഉപയോഗിക്കുക ടൈം അറിയാൻ വേണ്ടിയിട്ടാണ്. വൈ ഉപയോഗിക്കുക റീസൺ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടന്നു, എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈ ഉപയോഗിക്കുക. വാട്ട് ഉപയോഗിക്കുക എന്താണ്, എന്തിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ, വാട്ട് ഈസ് യുവർ നെയിം, ദെൻ വാട്ട് ഈസ് ദിസ്, ഇതെന്താണ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയണമെങ്കിലാണ് നമ്മൾ വാട്ട് ഉപയോഗിക്കുക. വിച്ച്, നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ വിച്ച് വൺ യു വാണ്ട്, ഏതാണ് നിനക്ക് വേണ്ടത്, ഏത് എന്നുള്ള അർത്ഥത്തിലാണ് വിച്ച് ഉപയോഗിക്കുക. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഹൗ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? സോ ലെറ്റ്സ് ഡു ദി എക്സസൈസ് ഓഫ് ദിസ് ഗ്രാമർ സെഷൻ. Let's look at the exercise section, and here we have to find out the correct question word. The first one, do the guest get up in the morning? Do the guest get up in the morning? So ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുക? ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? കാരണമാണ് വേണ്ടത് അല്ലേ, നമുക്കൊരു റീസൺ ആണ് വേണ്ടത്. സോ റീസൺ കിട്ടണമെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? യെസ്, വൈ. ദെൻ വൈ ഡു ദ ഗസ്റ്റ് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, എന്തിനാണ് ഗസ്റ്റ് രാവിലെ തന്നെ എഴുന്നേറ്റത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വി വിൽ ആസ്ക് വൈ. നമ്മളിവിടെ വൈ ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, ഡാഷ് ഡു ദേ ഗോ എവറി വീക്ക്. ദെൻ ഇവിടെ എന്തായിരിക്കും? ഡാഷ് ഡു ദേ ഗോ എവറി വീക്ക്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ വി നീഡ് ടു നോ ദി പ്ലേസ് ഓർ ലൊക്കേഷൻ. പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് പ്ലേസ് ലൊക്കേഷൻ വരുമ്പോൾ ഏതാണ്? വേർ. വെരി ഗുഡ്. വേർ ഡു ദേ ഗോ എവറി വീക്ക്, എല്ലാ വീക്കും അവരെങ്ങോട്ടാണ് പോകുന്നത്. ദെൻ ഡാഷ് ഓൾഡ് ആർ യു സുനിൽ. ഇവിടെ ചോദിക്കുകയാണ്, ഇത് നമ്മൾക്കൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഏതാണ് വരിക? യെസ്, ഹൗ ഓൾഡ് ആർ യു. ദെൻ ഡോണ്ട് യു സീ എ ഡോക്ടർ. എന്തായിരിക്കും? എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഡോക്ടറെ കണ്ടുകൂടാ എന്നാണ് ക്വസ്റ്റ്യൻ. സോ വിച്ച് ക്വസ്റ്റ്യൻ വേർഡ് വിൽ ബി യൂസ്ഡ്? എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? റീസൺ ആണ്. സോ അഗെയിൻ ഇറ്റ് വിൽ ബി വൈ. വൈ ഡോണ്ട് യു സീ എ ഡോക്ടർ? നിനക്ക് എന്താ ഒരു ഡോക്ടറെ കണ്ടാൽ? ഓക്കെ, ഡു യു ലൈക്ക് ദി ബെസ്റ്റ്. ഏതാണ് ഇവിടെ? ഓപ്ഷനാണ് ചോദിക്കുന്നത് അല്ലേ? ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, അങ്ങനെയും നമുക്ക് കരുതാം, അല്ലെങ്കിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ അത് ഹൂമാണ് വരിക, നമുക്ക് ഹൂം പഠിക്കാനില്ല. സോ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഒരു ചോയ്സ് തന്നിട്ട് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേണ്ടാണ് ഉപയോഗിക്കുക? ചോയ്സ് തന്നു കഴിഞ്ഞാൽ യെസ്, വിച്ച്. സോ വി കുഡ് റൈറ്റ് ഹിയർ വിച്ച്. വിച്ച് ഡു യു ലൈക്ക് ദി ബെസ്റ്റ്? ഏതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? Then, did you do in the school annual function, Payal?
ഡിഡ് യു ഡു ഇൻ ദ സ്കൂൾ ആനുവൽ ഫങ്ഷൻ? പായൽ. ഇവിടെ എന്താണ്? എന്താണ് ആനുവൽ ഫങ്ഷന് ചെയ്തത്? എന്ത് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുക? വാട്ട് ഡിഡ് യു ഡു ഇൻ ദി സ്കൂൾ ആനുവൽ ഫങ്ഷൻ? ഓക്കെ. 7th one, ഹാസ് ഫൈനലൈസ്ഡ് ദ മെനു ഫോർ ദി മാരേജ്. ക്വസ്റ്റ്യൻ അതാണ്, ആരാണ് ഈ മെനു ഫൈനലൈസ് ചെയ്തത്? അപ്പോൾ ആര് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണെ കുറിച്ചിട്ടാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പേഴ്സണെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? യെസ്, ഹൂ ഹാസ് ഫൈനലൈസ്ഡ് ദി മെനു ഫോർ മാരേജ് ഫങ്ഷൻ. സോ ഹാവ് യു അണ്ടർസ്റ്റുഡ്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായില്ല? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പാർട്ട് വായിക്കുക, അതിൽ നിന്ന് എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, എന്താണ് അവർ ചോദിക്കുന്നത് എന്ന് മനസ്സിലായോ? എന്നിട്ട് അതിന് യോജിച്ച ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എഴുതാം. ഓക്കെ, യു ഹാവ് ടു ബി തറവ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻസ്. Okay students, that's all for today. Let's see or let's discuss the remaining in the discussion section. Okay, thank you.